ഇനി നമ്മൾ പോകുന്നത് കാസർകോട്ടാണ്. അവിടെ നിന്ന് സാരംഗ് സുരേഷ് തത്സമയ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സാരംഗ്, കാസർഗോഡ് നിലവിൽ ഈ ബൂത്തുകൾ ഓരോ ബൂത്തും സജ്ജമാകുന്നത് മോക്ക് പോളിംഗോട് കൂടിയാണ്. മോക്ക് പോളിംഗ് ഒക്കെ ഇപ്പോൾ എങ്ങനെ പുരോഗമിക്കുന്നു? ബൂത്തുകളിൽ എല്ലാ ക്രമീകരണവും ഒരുക്കിയിട്ടുണ്ട്. വോട്ടർമാരൊക്കെ എത്തി തുടങ്ങിയിട്ടുണ്ട് രാവിലെ തന്നെ വോട്ട് ചെയ്ത് മടങ്ങുന്നതിന് വേണ്ടി. കാസർഗോഡ് ജില്ലയിൽ എവിടെയും വോട്ടർമാരൊന്നും തന്നെ എത്തിയിട്ടില്ല. എന്നാൽ മോക്ക് പോളിംഗ് തുടങ്ങാനുള്ള പ്രക്രിയ തുടങ്ങാനുള്ള തയ്യാറെടുപ്പുകളിലേക്ക് കടക്കുകയാണ്. എന്തായാലും തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വെബ്കാസ്റ്റിംഗ് ഉദ്യോഗസ്ഥരെയും നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കുന്നു. വിവിധ കക്ഷികളുടെ വിവിധ മുന്നണികളുടെ പ്രതിനിധികൾക്കായുള്ള കാത്തിരിപ്പ് തുടരുകയാണ്. എന്തായാലും അവർ എത്തിയ ഉടനെ തന്നെ മോക്ക് പോളിംഗ് ആരംഭിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മളിപ്പോൾ കാസർഗോഡ് ജില്ലയിലെ കാസർഗോഡ് മുനിസിപ്പാലിറ്റിക്കകത്തെ നെല്ലിക്കുന്ന് വാർഡിനകത്തുള്ള അൻവാറുൽ ഉലൂം AUP സ്കൂളിനകത്താണ്. വലിയ തോതിൽ ഒരു രാഷ്ട്രീയ മത്സരം നടക്കുന്ന നഗരസഭയാണിത്. സാധാരണ കേരളത്തിൽ കാണുന്ന പരിസ്ഥിതിയിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ രീതിയിലുള്ള രാഷ്ട്രീയ പശ്ചാത്തലവും കാഴ്ചപ്പാടുകളും ഒക്കെ തന്നെയുള്ള ഒരു മേഖലയാണിത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു മത്സരത്തിന് സാക്ഷിയാവുന്ന ഒരു നഗരസഭയാണിത്. കാസർഗോഡ് ജില്ലയിലുടനീളം 11.4 ലക്ഷത്തിലധികം വോട്ടർമാരാണ് ഇന്ന് വോട്ട് ചെയ്യാനായി എത്തുന്നത്. ഇതിൽ തന്നെ നഗരസഭകൾക്കകത്ത് മാത്രം 120 ബൂത്തുകളാണുള്ളത്. 1200-ലധികം ബൂത്തുകൾ പഞ്ചായത്തുകൾക്കകത്തുമുണ്ട്. അത്തരത്തിൽ 3853 സ്ഥാനാർത്ഥികളാണ് ഇത്തരത്തിൽ ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായി സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും വലിയ തോതിലുള്ള 119 ബൂത്തുകളിൽ ക്രമസമാധാന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പ്രശ്നബാധിത ബൂത്തുകളായി മാർക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അവിടെയൊക്കെ തന്നെ RAF അടക്കമുള്ള സംവിധാനങ്ങൾ ബംഗളൂരുവിൽ നിന്നും അതോടൊപ്പം തന്നെ കേരള പോലീസിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ബറ്റാലിയനുകളും സുസജ്ജമായി നിൽക്കുന്നുണ്ട്. ഇന്നലെയൊക്കെ തന്നെ റൂട്ട് മാർച്ച് കൃത്യമായ രീതിയിൽ നടത്തിയിരുന്നു. അപ്പോൾ ആ രീതിയിലുള്ള സുരക്ഷാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സ്ഥാനാർത്ഥികൾ ആവശ്യപ്പെടുന്ന പ്രശ്നബാധിത ബൂത്തുകളല്ലാതെയുള്ള മറ്റിടങ്ങളിൽ സ്ഥാനാർത്ഥികൾ ആവശ്യപ്പെട്ടാൽ വെബ്കാസ്റ്റിംഗ് സംവിധാനം അടക്കം ഒരുക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഹൈക്കോടതി ഉത്തരവിൻ്റെ ഭാഗമായി പള്ളിക്കര പഞ്ചായത്തിനകത്ത് 2 ബൂത്തുകളിൽ ഇത്തരത്തിൽ പ്രധാനമായും പ്രത്യേക സുരക്ഷാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്.